എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം. കർണാടകയിലെ ഏത് വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ റാണിപുരം കുന്നുകളും കോട്ടഞ്ചേരി മലകളും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്? തലക്കാവേരി വന്യജീവി സങ്കേതം. കർണാടകയിലെ തലക്കാവേരി വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ റാണിപുരം കുന്നുകളും കോട്ടഞ്ചേരി മലകളും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത് ആരാണ്? ജോസഫ് മുരിക്കൻ. ജോസഫ് മുരിക്കനാണ് കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത്. പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം കേരളത്തിലെ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം കേരളത്തിലെ പെരിയാർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി അർജുന അവാർഡ് നേടിയ വ്യക്തി സി ബാലകൃഷ്ണൻ. പർവ്വതാരോഹകനായ സി ബാലകൃഷ്ണനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി അർജുന അവാർഡ് നേടിയ വ്യക്തി. കേരളത്തിൽ നിന്ന് ആദ്യമായി അർജുന അവാർഡ് നേടിയ വനിത KC ഏലമ്മ. വോളിബോൾ താരമായ KC ഏലമ്മയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി അർജുന അവാർഡ് നേടിയ വനിത. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. രാമചരിതം പുസ്തകത്തിലെ ആകെ കവിതകളുടെ എണ്ണം 1814. രാമചരിതം പുസ്തകത്തിലെ ആകെ കവിതകൾ 1814. മലയാള സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? JC ഡാനിയേൽ. JC ഡാനിയേലാണ് മലയാള സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നും അറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ആൽക്കഹോൾ നിർമ്മാണത്തിലെ ഉപോൽപ്പന്നം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് പ്രധാനമായും ആൽക്കഹോൾ നിർമ്മാണത്തിലെ ഒരു ഉപോൽപ്പന്നം. ജവഹർലാൽ നെഹ്റു പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിളിച്ച കേരളത്തിലെ നൃത്തരൂപം ഓട്ടം തുള്ളൽ. ഓട്ടം തുള്ളലാണ് ജവഹർലാൽ നെഹ്റു പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിളിച്ച കേരളത്തിലെ നൃത്തരൂപം. കേരളത്തിൽ എത്ര ജില്ലകൾക്കാണ് തീരപ്രദേശമുള്ളത്? 9. കേരളത്തിൽ 9 ജില്ലകൾക്കാണ് തീരപ്രദേശം ഉള്ളത്. മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. 1920 മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത്. അമ്പുകുത്തി മലയിലെ ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. അമ്പുകുത്തി മലയിലെ ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ 1742 ഒപ്പുവെച്ച ഉടമ്പടി മാന്നാർ ഉടമ്പടി. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ 1742 ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി 1955 ഫെബ്രുവരി മുതൽ 1956 മാർച്ച് വരെ മുഖ്യമന്ത്രി ആരായിരുന്നു? പനമ്പിള്ളി ഗോവിന്ദമേനോൻ.
പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി. 1921 ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. 1921 ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചായിരുന്നു. ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റിൻ്റെ രൂപരേഖ അവതരിപ്പിച്ചത്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റിൻ്റെ രൂപരേഖ അവതരിപ്പിച്ചത്. 1861 തുറന്ന കേരളത്തിലാദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ബേപ്പൂർ തിരൂർ. ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റെയിൽവേ ലൈനാണ് 1861 തുറന്ന കേരളത്തിലാദ്യത്തെ റെയിൽവേ ലൈൻ. ഹൈറേഞ്ചിൻ്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കോതമംഗലം. കോതമംഗലമാണ് ഹൈറേഞ്ചിൻ്റെ ഗേറ്റ് വേ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കൊച്ചിയിലാണ് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂർ. തൃശ്ശൂരിൽ വെച്ചായിരുന്നു 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. കുറവൻ കുറത്തി മലകൾക്ക് കുറുകെ നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടാണ് കുറവൻ കുറത്തി മലകൾക്ക് കുറുകെ നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജ ഹരിശ്ചന്ദ്ര. സംവിധായകൻ ദാദാസാഹിബ് ഫാൽക്കെ. ദാദാസാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്ത രാജ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം. മലയാളത്തിലെ ആദ്യത്തെ കളർ ഫിലിം ഏതാണ്? കണ്ടം ബെച്ചക്കോട്ട്. TR സുന്ദരം സംവിധാനം ചെയ്ത കണ്ടം ബെച്ചക്കോട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ ഫിലിം. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആയി രാജവംശത്തിലെ ഭരണാധികാരി വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആയി രാജവംശത്തിലെ ഭരണാധികാരി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്കും പ്രവേശനം അനുവദിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1931. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്കും പ്രവേശനം അനുവദിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931. മലയാളം കലണ്ടറിൻ്റെ ഉദ്ഭവം ഏതു വർഷമാണ്? 825 CE അല്ലെങ്കിൽ 825 AD. 825 CEയിലാണ് മലയാളം കലണ്ടറിൻ്റെ ഉദ്ഭവം. സ്വതന്ത്ര തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? PGN ഉണ്ണിത്താൻ. PGN ഉണ്ണിത്താനായിരുന്നു സ്വതന്ത്ര തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ. ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴയ മലയാളം പത്രമായ ദീപിക ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1887. ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴയ മലയാള പത്രമായ ദീപിക ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 1887. PT ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏതാണ്? മോസ്കോ. 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു PT ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ്. മിശ്രഭോജനം എന്ന ആശയം ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനായിരുന്നു മിശ്രഭോജനം എന്ന ആശയം ജനകീയമാക്കിയത്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കോട്ടയത്താണ് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? RB ഫെർഗൂസൺ ക്ലബ്ബ്.
RB ഫെർഗൂസൺ ക്ലബ്ബാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കേൽ യോഹന്നാൻ. ശ്രീകുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കേൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നിക്കോളോ മാക്കിയവെല്ലി. നിക്കോളോ മാക്കിയവെല്ലിയാണ് ഇറ്റാലിയൻ ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ്. രാജ് നാരായൺ ബോസാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ആദ്യ മലയാള പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? തലശ്ശേരി. കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമായിരുന്നു ആദ്യ മലയാള പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കേരള സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സർവകലാശാലയുടെ സ്ഥാപകൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. കേരളത്തിലെ നീരാളിയുടെ ആകൃതിയിലുള്ള തടാകം അഷ്ടമുടി. അഷ്ടമുടി തടാകമാണ് കേരളത്തിലെ നീരാളിയുടെ ആകൃതിയിലുള്ള തടാകം. മലയാളത്തിൽ ആദ്യത്തെ സംസാര ചിത്രമായ ബാലൻ പുറത്തിറങ്ങിയ വർഷം 1938. മലയാളത്തിലെ ആദ്യത്തെ സംസാര ചിത്രം എസ് നൊട്ടാണി സംവിധാനം ചെയ്ത ആദ്യത്തെ സംസാര ചിത്രം, മലയാളത്തിലെ ആദ്യത്തെ സംസാര ചിത്രം ബാലൻ പുറത്തിറങ്ങിയത് 1938. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത്. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററി, കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടപ്പള്ളി. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത്. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറ. സ്ക്ലീറയാണ് നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി. ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 1885. 1885 വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. വെള്ളാരങ്കല്ല് രാസപരമായി അറിയപ്പെടുന്ന പേര് സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ് വെള്ളാരങ്കല്ല് രാസപരമായി അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി ഈശ്വര വാര്യർ. ഈശ്വര വാര്യരാണ് കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം കേരള നടനം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നറിയപ്പെടുന്നത് കേരളം. കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നറിയപ്പെടുന്നത്.
എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ബചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. 1984 ബചേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയത്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നതായിരുന്നു തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. AR റഹ്മാനാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. കേരളത്തിൽ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. കേരളത്തിൽ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരമാണ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ. മലപ്പുറത്തെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം 1948. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായത് 1948 ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഡൽഹി സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഡൽഹി സർവകലാശാല. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസാണ് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇരുമ്പിൻ്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്നാണ് ഇരുമ്പിൻ്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. റബ്ബറിൻ്റെ വാൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ് ഇയർ. ചാൾസ് ഗുഡ് ഇയർ ആണ് റബ്ബറിൻ്റെ വാൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം എവിടെയാണ്? മുംബൈ. മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ ദിഗ്ബോയ്. അസമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. 1959 രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം ചിൽക്ക. ചിൽക്ക തടാകമാണ് ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നത് അടയാർ. ചെന്നൈയിലെ അടയാറായിരുന്നു ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ആയിരുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിലാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ, എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ. കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം
നാഗാലാൻഡാണ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ദേശീയ അടിയന്തരാവസ്ഥ എത്രാമത്തേതാണ്? 2ാമത്തെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ദേശീയ അടിയന്തരാവസ്ഥ 2ാമത്തെ അടിയന്തരാവസ്ഥയാണ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ ചാർട്ടാണ് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട്. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വച്ചിരിക്കുന്നത് എവിടെയാണ്? മയോഗ്ലോബിനിലാണ് പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വച്ചിരിക്കുന്നത്. ഇടുപ്പലിലെ സന്ധി ഏതു തരത്തിൽപ്പെട്ടതാണ്? ഗോളര സന്ധി. ഇടുപ്പലിലെ സന്ധി ഒരു ഗോളര സന്ധിയാണ്. ട്യൂറിംഗ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ രാജ് റെഡ്ഡിയാണ് ട്യൂറിംഗ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ. ശനിയുടെ ഏതു ഉപഗ്രഹമാണ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത്? മിമാസ്. ശനിയുടെ മിമാസ് എന്ന ഉപഗ്രഹമാണ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം. നർമ്മദ തപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിര സത്പുര. നർമ്മദ തപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിരയാണ് സത്പുര. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ് കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണുള്ളത്? കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം മൗന കെയ. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതമാണ് മൗന കെയ. എന്നും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് എന്നും മുന്നോട്ട് എന്നത്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ റോഡ് കോശങ്ങളാണ് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങളാണ് തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.